Shall I start? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ? ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓഡിയോ വേണമെന്നില്ല, ലൈക്ക് ജസ്റ്റ് കാരണം മീറ്റിംഗ് റെക്കോർഡഡ് ആണ്, അപ്പം അതുകൊണ്ട് മെസ്സേജ് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഷുവർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ടു നഴ്സിംഗ് ആചാര്യ. നഴ്സിംഗ് ആചാര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് കോർണറിൽ ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന NFID കോഡ് എന്ന് പറഞ്ഞാണ് നഴ്സിംഗ് ആചാര്യ ഫാക്കൽറ്റി ID ആണ്. അതിൽ 2025 എന്നാണ്, അത് ഇയറിന് മെൻഷൻ ചെയ്യാനുള്ള ഒരു കോഡാണ്. ലൈക്ക് യു ക്യാൻ സീ ഹിയർ. അപ്പം അവിടെ ഇയർ ആണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നത്, ഈ ഇയറിലെ കോഴ്സ് ആണ്. അപ്പം നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനാണ്, ഏത് ഇയറിലെ കോഴ്സ് ആണോ ഐഡന്റിഫൈ ചെയ്യാനാണ് 2025 എന്ന് പറഞ്ഞ ഒരു കോഡ്, ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ IDയിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ 8 എന്ന് പറയുന്ന നമ്പർ, അതാണ് നിങ്ങളുടെ ഈ കോഴ്സ്, പർട്ടിക്കുലർ കോഴ്സ്, അതായത് JPHന്റെ കേരള PSC ഓറിയന്റേഷൻ കോഴ്സ് അല്ല, ലൈക്ക് ഫുൾ സെറ്റ് ഓഫ് ദിസ് ഇസ് എ ക്രാഷ് കോഴ്സ്. അപ്പം ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ കോഡാണ് ഈ 8 എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ കോഴ്സസ് അവൈലബിൾ ആണ് നമ്മുടെ നഴ്സിംഗ് ആചാര്യയില്, ലൈക്ക് DME PSC എക്സാംസിന്റെ കേരള നഴ്സിംഗ് ഓഫീസർ എക്സാംസിന്റെ ഉണ്ട്, ലൈക്ക് അങ്ങനെ മൾട്ടിപ്പിൾ എക്സാംസ് നമുക്ക് പല സ്ട്രീംസിലാണ് റൺ ചെയ്യുന്നുണ്ട്. സോ അപ്പം നമുക്ക് അങ്ങനെ റണ്ണിങ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 8 എന്ന് പറഞ്ഞ കോഴ്സാണ് നിങ്ങളുടെ ഈ പർട്ടിക്കുലർ കോഴ്സ്. അപ്പൊ നിങ്ങളുടെ കോഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് അത് 8 ആണ്. അപ്പം 2025 8 കോഴ്സ്, ലൈക്ക് 01 ആണ് ഫാക്കൽറ്റി ID, ലൈക്ക് ദാറ്റ്സ് എ പർട്ടിക്കുലർ ഫാക്കൽറ്റി. ഞാൻ പറയുന്നത് എന്റെ ID ആണ്, ലൈക്ക് ദിസ് 12025801801. അപ്പൊ ഈ IDയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്റേഴ്സിന്റെ കോൾ ബാക്ക് വരും. ആ ടൈമിൽ നിങ്ങളടുത്ത് ചോദിക്കും, പർട്ടിക്കുലർ ഫാക്കൽറ്റിന്റെ ക്ലാസ് ലൈക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ചോദിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് ക്ലാസ്സിൽ വരുത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ടു നഴ്സിംഗ് ആചാര്യ. ഓക്കെ, നഴ്സിംഗ് ആചാര്യ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പലരും മീൻസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്. ഓക്കെ, നഴ്സിംഗ് ആചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മെഡുവ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെയാണ് നഴ്സിംഗ് ആചാര്യ. ലൈക്ക് ഞങ്ങൾക്ക് 2 സ്ട്രീംസ് ആണുള്ളത്, ലൈക്ക് വൺ ഈസ് GP ഗൈഡ്സ് ആൻഡ് ദ അതർ വൺ ഈസ് നഴ്സിംഗ് ആചാര്യ. സോ ഈ നഴ്സിംഗ് ആചാര്യയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ, അതായത് നമ്മൾ കേരള PSC കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെയാണ് നമ്മൾ നഴ്സിംഗ് ആചാര്യയിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ GP ഗൈഡ്സ് എന്ന് കാണാം, അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് ഇപ്പം മീൻസ് MBBS എല്ലാം കഴിഞ്ഞ് പാസ്സായ ഡോക്ടേഴ്സിനുള്ള കേരള PSC എക്സാംസ് എല്ലാം, അല്ലെ കോമ്പറ്റീറ്റീവ് എക്സാംസിനും എല്ലാം, അതുപോലെ തന്നെ നീറ്റ് PGസിനൊക്കെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ആപ്പാണ് GP ഗൈഡ്സ്. അത് എക്സ്ക്ലൂസീവ്ലി ടേക്കൺ ബൈ ഡോക്ടേഴ്സ് തന്നെയാണ്, അവരാണ് അത് ലീഡ് ചെയ്ത് പോകുന്നത്. നമ്മൾ നഴ്സിംഗ് ഫാക്കൽറ്റീസ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക, നിങ്ങൾക്ക് അഡീഷണലി മൈക്രോബയോളജിസ്റ്റ് ഉണ്ടാവും, ഡോക്ടേഴ്സും ഈവൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തരുന്നതായിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നഴ്സിംഗ് ആചാര്യയുടെ ഈ ഒരു രീതിയിലുള്ള ഒരു ഫോക്കസ് ആണ്. കാരണം നമുക്ക് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ രീതിയിലുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നുണ്ടാവും, അധികം അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഒരിക്കലും ഞങ്ങൾ ക്ലാസ്സിലെ കണ്ടന്റ്സ് ഞങ്ങൾ ഒരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് അത്രയും ക്വാളിറ്റിയോടെ തന്നെയായിരിക്കും ഞങ്ങൾ തരുന്നുണ്ടാവുക. ഈവൻ നമ്മൾ കോഴ്സിന്റെ ഫീസ് വളരെ ലോ ആണെങ്കിൽ പോലും നമ്മുടെ ക്വാളിറ്റിക്ക് ഞങ്ങൾ ഒരു കോംപ്രമൈസും ഞങ്ങൾ വരുത്തില്ല. അപ്പൊ അതാണ് ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്ന ഒരു ക്വാളിറ്റീന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിന്റെ അടുത്ത് പറയാം. നിങ്ങൾ ഇൻഡിവിജ്വൽ മെന്റേഴ്സ് കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് ഏത് സമയം പോലും വരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ ലൈക്ക് ന്യൂ അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ നഴ്സിംഗ് ആചാര്യ ആപ്പ് ഗൂഗിൾ ലൈക്ക് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോണിന്റെ ആപ്പിളിലും ലൈക്ക് സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഡൗൺലോഡ്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നാണ്, എപ്പം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പൊ പുതിയ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്, നഴ്സിംഗ് ആചാര്യയുടെ ലൈക്ക് JPHന്റെ എക്സാംസ്, അതായത് കേരള PSC എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇനി 54 ഡേയ്സ് ലൈക്ക് മോർ ടു ഗോ ടു റീച്ച് യുവർ ഗോൾ. അതായത് ഇനി ഒരു 54 ദിവസം കൂടി ഉള്ളൂ. അതാണ് ഇത് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ക്രാഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഒരു എമർജൻസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഷോർട്ട് പീരീഡിൽ
ഒരു ഫുൾ എന്താണ് ഫുൾ ഡോസ് ആയിട്ട് ലൈക്ക് ഒരു ഡോസ് കൊടുക്കുകയാണ്. ലൈക്ക് ഇറ്റ് ഇസ് ഒരു ബോളസ് പോലെ നിങ്ങൾക്ക് തരാൻ പോവാണ് വിത്തിൻ ഷോർട്ട് ടൈം. അല്ലെ ബോളസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈ ഡോസ് അല്ലെ, ഹൈ ഡോസ് ഇൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ തരുന്നതാണ് ബോളസ് എന്ന് പറയുക അല്ലെ. ഈവൻ ലൈക്ക് ദിസ് ക്യാൻ ബി കൺസിഡർ എ ബോളസ്. ഒരു ബോളസ് പോലെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് തരാൻ പോകുന്നത്. അതിനാണ് ക്രാഷ് കോഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് 54 ഡേയ്സും കൂടിയുള്ളൂ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങളെ ഡ്രീമിലേക്ക് എത്താനുള്ള ടൈം എന്ന് പറയുന്നത്. 54 more ഡേയ്സും കൂടിയുള്ളൂ. സോ ആ 54 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനിയും ഡൗട്ട്, ഈവൻ ഫാക്കൽറ്റി എടുത്തതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഓപ്ഷന് പോലും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് 24 hours ചാറ്റ് ബോക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ എപ്പോഴും അതിൽ അഡ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ പേര് പറയാം. അതിന് കൂടെ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കോഴ്സാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ NFID കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ. 2025-08 അല്ലെ, 08 ആണ് നിങ്ങളുടെ കോഡ്. അപ്പൊ ആ കോഡ് ഈ കോഴ്സിൽ നിങ്ങളൊരു അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ആ കോഴ്സിനനുസരിച്ചുള്ള നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസോ നിങ്ങളുടെ ഡൗട്ടും ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഡിവിജ്വൽ സപ്പോർട്ട് പോലും വേണമെങ്കിൽ പോലും ഞങ്ങൾക്ക് ബാക്കെൻഡിൽ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും ഗ്യാരണ്ടി ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതാണ് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ 54 ദിവസം കൂടി ഉള്ളൂ. നമ്മൾ നാളെ തന്നെയാണ് ഞങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തൗട്ട് എനി ഡിലേ. നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ജോലി, കാരണം നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പലരും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പല മീൻസ് ഇപ്പം നഴ്സിംഗ് ആയിട്ട് പലരും കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈവൻ ഇപ്പം സ്കൂൾ ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഈവൻ ചില പാലിയേറ്റീവ് നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അത് കൂടാതെ തന്നെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടേഴ്സിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ആണ് ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം. കാരണം മൾട്ടിപ്പിൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ 24 hours സപ്പോർട്ടാണ്. കാരണം ഞങ്ങൾ ഒരു ദിവസം നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് 24 hours നിങ്ങളാണ് ഇവിടുത്തെ ലൈക്ക് യു ആർ ഗിവൺ ദ പ്രയോറിറ്റി. നിങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി റേദർ ദാൻ എനി ഓഫ് ദ ഫാക്കൽറ്റീസ്. അപ്പൊ ഞങ്ങൾ ആ ഒരു കാര്യം കൂടി ഞങ്ങൾ അത് ഉറപ്പ് തരും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്, അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. 54 days to go. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇത് ഞാൻ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യാണ്. 24 hours ചാറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് 24 hours ഉണ്ട്. ലൈക്ക് അത്രയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് 24 hours ചാറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആൾക്കാർക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സിംഗ് ഫാക്കൽറ്റീസ് അക്രോസ് ഇന്ത്യ ആണ്. നിങ്ങൾക്ക് ഈവൻ കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഫാക്കൽറ്റീസ് അല്ല, നിങ്ങൾക്കുള്ളത് ലൈക്ക് ഫാക്കൽറ്റീസ് ഫ്രം എയിംസ് എന്നുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ് അക്രോസ് ഇന്ത്യ. ആ ഒരു അഷ്വറൻസും കൂടി ഞങ്ങൾ തരാണ്. ഞങ്ങളെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അക്രോസ് ഇന്ത്യയും കൂടിയാണ്. ലൈക്ക് ഈവൻ അബ്രോഡ് നിന്ന് പോലും ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, മെന്റർഷിപ്പ് ആണ്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും ലൈക്ക് ഒരു 5 സ്റ്റുഡൻസിനനുസരിച്ച് ഓരോ മെന്റേഴ്സ് ഉണ്ടാവും. ആ മെന്റേഴ്സ് നിങ്ങളെ ഓൺഗോയിങ് ആയിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് ഇൻ ദ ലൈക്ക് നിങ്ങളുടെ ഒരു ഫ്രീ പീരീഡ് ടൈം നിങ്ങൾ അതിൽ അവൈലബിൾ ആണ്, ഇന്ന ടൈമിൽ അവൈലബിൾ ആണ്, നിങ്ങളുടെ ആ ടൈം അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ ടൈമിൽ അവർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ വിളിക്കും. പിന്നെ അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആണ് അല്ലെ, ലോ കോസ്റ്റ് ബട്ട് ഹൈ ക്വാളിറ്റി. ഇതാണ് ഞങ്ങളുടെ ഒരു ലൈക്ക് വാട്ട് ടു സേ ലൈക്ക് ഞങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം ഇപ്പം ഗവൺമെന്റ് സർവീസിൽ കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ സാലറിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരിക്കലും ഈവൻ ഹൈ കോസ്റ്റിൽ മീൻസ് ക്ലാസ്സസ് ഉള്ള ആപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കോമ്പിറ്റൻസി, ഞങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈവൻ കോഴ്സസ് അറ്റ് ലോ കോസ്റ്റ് ആണ്. ഓക്കെ, ഈവൻ EMI ഓപ്ഷൻസ് പോലും ഞങ്ങൾ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഡ്യൂറിങ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇപ്പം ക്ലാസ് നാളെ തുടങ്ങുകയാണ്. ഈവൻ ആ ക്ലാസ് പോലും നിങ്ങൾക്ക് മീൻസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ എപ്പോഴും അവൈലബിൾ ആവും. ഓക്കെ, അതുപോലെ ലൈവ് ക്ലാസ്സസ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ആർ അവൈലബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ കോഴ്സ്. ഈ കോഴ്സിന് നിങ്ങൾക്ക് ലൈവും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദെയർ. ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് ആ ഒരു ബിലീഫ് ഉണ്ടാവണം. നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ സക്സസ് ആണ്. കാരണം പല സ്ഥലത്ത് ഇപ്പം ഈവൻ ഞങ്ങളിപ്പോൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത പല ആൾക്കാരും പറഞ്ഞു ലൈക്ക് അവർ ഓൾറെഡി ജോയിൻ ചെയ്തു,
പല സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്ത് ഈവൻ ക്ലാസ്സസ് പോകുന്ന ട്രാക്ക് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ ലോ കോസ്റ്റിലേക്ക് പോകാൻ വീണ്ടും ഒരു കാരണം ഞങ്ങൾ ഈ ക്രാഷ് കോഴ്സ് ഞങ്ങൾക്ക് ഹൈ കോസ്റ്റിലല്ല, അത് തരാൻ ഈ ഒരു റീസണും കൂടിയാണ്. പലരും ട്രാക്ക് കറക്റ്റ് അല്ല. സോ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ട്രാക്കിലൂടെയാണ് ഞങ്ങൾ ഈ നഴ്സിംഗ് ആചാര്യ കൊണ്ടുവന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, നഴ്സിംഗ് ഫാക്കൽറ്റീസ് ആണ്, ലൈക്ക് എല്ലാ നഴ്സിംഗ് ഫാക്കൽറ്റീസും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ സ്പെഷ്യാലിറ്റിന്റെ നഴ്സിംഗ് ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ക്ലാസ്സസ്, പാക്കേജസും ക്ലാസ്സസും അതിന്റെ ഒരു ട്രാക്കും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യത്തിൽ വെറി ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പം നിങ്ങൾ ഒരു നല്ലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പകുതി വരെ നിങ്ങൾ എത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക്. അതാണ് ഈ ഒരു കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻസ്, നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇപ്പം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ PSC എക്സാംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് ഫോർ JPHN എക്സാം, ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ സോഴ്സ് ഏതാണെന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഒരു മെസ്സേജ് ഒന്ന് അയച്ചാൽ മതി. ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയ്ക്ക് ഞാനൊന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഷാൽ ഐ കണ്ടിന്യൂ? ഓക്കെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. ഓപ്ഷൻ എ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഓപ്ഷൻ ബി സൺലൈറ്റ്, ഓപ്ഷൻ സി ഫ്രൂട്ട്സ്, ഓപ്ഷൻ ഡി വീറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല PSC എക്സാംസിനും എങ്ങനെയാണ് ചില ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസറിലേക്ക് എത്താനുള്ള ഓപ്ഷൻസ്, അതിനൊരു പ്രത്യേക ക്ലാസ് ഉണ്ട്. അത് നമ്മൾ സീക്രട്ട് കീ ആണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഈ ക്ലാസ്സസ് തുടങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. അത് നമുക്ക് എല്ലാ ഒരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. കാരണം നമ്മളെ ഒരു എക്സ്പേർട്ട് കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പം പല കാര്യങ്ങളും വെച്ച് അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് ഒരു ക്വസ്റ്റിന്റെ ആൻസർ അറിയില്ലെങ്കിൽ പോലും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ് നമ്മൾ ഓപ്ഷൻസ്. ഒന്ന് കറക്റ്റ് ആൻസർ ആണ് അവിടെ ഉള്ളത്. ഈ തന്ന 4 ആൻസറിൽ ഒരു കറക്റ്റ് ആൻസറും ബാക്കിയൊക്കെ ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ് പറയുക. കാരണം വെച്ചാൽ നമുക്ക് തോന്നും ഇത് കറക്റ്റ് ആണ്. പലപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പോവുക ഗ്രീൻ ലീഫി വെജിറ്റബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പോവുക. കാരണം എല്ലാം അതിലാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ എന്താണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നൊരു ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളൂ. കാരണം കോംപ്ലക്സ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ട് സിമ്പിൾ പാർട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻസിൽ 2018 വന്ന JPHN എക്സാമിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്, വൈറ്റമിൻ ഡി ഏതിലാണ് അവൈലബിൾ? ഓപ്ഷൻ ബി സൺലൈറ്റ്. യെസ്, വെരി ഗുഡ് ആതിര, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സൺലൈറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആർക്കെങ്കിലും വേറെ ഓപ്ഷൻസിന് വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സൺലൈറ്റ്, ഫ്രൂട്ട്സ്, വീറ്റ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ കേരള PSCയിൽ പണ്ടത്തെ JPHN എക്സാംസിൽ നിങ്ങൾക്ക് വന്ന ഓപ്ഷൻസ്. അതിൽ നാച്ചുറൽ ആണ് അല്ലെ, നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്. സൺലൈറ്റ് ആണ് നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. പിന്നെ ചില സമയത്ത് ഓപ്ഷൻസിൽ കുറച്ചും കൂടി പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മിൽക്ക്, എന്തെങ്കിലും എക്സ്ട്രാ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും, അതായത് വൈറ്റമിൻ ഡി തന്നെ ഉള്ളതാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാലും പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ ഓപ്ഷന് പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ പ്രയോറിറ്റിയാണ്. ആദ്യം നമ്മൾ ഡിസ്ട്രാക്ടേഴ്സ് ഇവിടെ കണ്ടെത്തുക. നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഡിസ്ട്രാക്ടേഴ്സ് ആണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ വൈറ്റമിൻ ഡി ഇല്ല. അപ്പൊ ഓപ്ഷൻ സി ഫ്രൂട്ട്സിലോ അത്ര ഒരു തോതിൽ അവൈലബിലിറ്റി ഇല്ല. പിന്നെ വീറ്റിലില്ല. സോ ഇങ്ങനെ നമ്മൾ ഇതാണ് ഈ പറയുന്ന ACD ഓപ്ഷൻസ് ആണ് ഡിസ്ട്രാക്ടേഴ്സ്. ഓൺലി ഓപ്ഷൻ ബി ദാറ്റ്സ് റൈറ്റ് ആൻസർ. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ ഓൾ ഓഫ് ദിസ് എബോ, ഓൾ ഓഫ് ദ എബോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ അത് നിങ്ങൾക്ക് ഈ ട്രിക്സിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അപ്പൊ ആ ഒരു കാര്യം, അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, ഇപ്പം മിൽക്കും കൂടി അവിടെ ഒരു ഓപ്ഷൻ വരും. അപ്പം അല്ലെങ്കിൽ A and B അങ്ങനത്തെ രീതിയിലുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് കെയർഫുൾ ആവണം. ഒന്നുകിൽ ഓൾ ഓഫ് ദി എബോവും കൂടി അതിൽ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിജിലന്റ് ആയിട്ട് വേണം ആൻസർ അറ്റൻഡ് ചെയ്യാൻ. കാരണം ഒരാൾ വെറുതെ അവിടെ ഓൾ ഓഫ് ദി എബോ കൊടുക്കത്തില്ല. ലൈക്ക് സം ടൈംസ് ഇറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. അതും നമ്മുടെ ഈ ഒരു സീക്രട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് സീക്രട്ട് ക്ലാസ് എന്നാണ് പറയുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളത് പറയാനുള്ള ഒരു എളുപ്പ വഴിയാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിന് അധികം ടൈം ഉണ്ടാവില്ല. നമ്മൾ ഓവർ ഒരു ക്വസ്റ്റ്യന്റെ മേലെ ടൈം എടുക്കാൻ പാടില്ല. അതിന് ഡീറ്റെയിൽസ്, നിങ്ങൾ എത്ര ടൈം ഒരു ക്വസ്റ്റ്യൻ എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് പോലും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കാരണം
നിങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു PSC എക്സാംസിന് ഫെയിലിയറോ അല്ലെങ്കിൽ മാർക്ക് വിചാരിച്ച അത്ര എടുക്കാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ ടൈം പോകും. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ടൈം അപ്പ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താന്ന് നോക്കുന്നത്. അന്നേരം ആയിരിക്കും ചിലപ്പം ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് നാച്ചുറൽ റിസോഴ്സ്, വൈറ്റമിൻ ഡി, ഇതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഒരു പക്ഷെ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നേക്കാം. അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, കാരണം എന്താ പറയുക, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നുണ്ടാവുക. പല ഫാക്ടേഴ്സ് ആണ്. കേരള PSCയിൽ ചിലപ്പോൾ ഏജ് ഫാക്ടർ ഉണ്ടാവും. കുറെ ഏജ് ആയി എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു അഡ്വാൻറ്റേജും കൂടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏജ് കൂടി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ചിലപ്പോൾ റാങ്കിൽ ഒരു മാർക്ക്, സെയിം മാർക്കിൽ ഒരു 5 പേരുണ്ട്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് പോലും അവർ ഹയറിൽ വരുവാണെങ്കിൽ അപ്പം അവർക്കാണ് പ്രയോറിറ്റി വരുന്നത്. അങ്ങനെയും കൂടി ഉണ്ട്. അപ്പം ഏജ് ഓവറായി എനിക്ക് എക്സാം എഴുതാനുള്ള ലേറ്റ് ആയി എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ആവശ്യം, അതിന്റെ ഒരു കാരണം അങ്ങനത്തെ ചിന്തിക്കാൻ വേണ്ട. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇതാണ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ്. ഒരു സൊസൈറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, ഇത് നമ്മൾ സോഷ്യോളജിയിലും കമ്മ്യൂണിറ്റിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിൽ ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ, ഓപ്ഷൻ ഡി ഹെൽത്ത്. ഇതിൽ ഏതായിരിക്കും ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ? ആൻസർ വന്നല്ലോ. ഓക്കെ, ശരണ്യ രാജേന്ദ്രൻ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ആതിര, കറക്റ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഫാമിലി ആണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ ഇതിലും കറക്റ്റ് ആൻസറും ഉണ്ട്, അതുപോലെ ഡിസ്ട്രാക്ടേഴ്സ് ആണ് ഗവൺമെന്റ്, ഇൻഡിവിജ്വൽ, ഹെൽത്ത്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഓപ്ഷൻ ഏതായിരിക്കും അറിയോ? ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിറ്റിയിലൊക്കെ ആകുമ്പോഴും സൊസൈറ്റിയിലാകുമ്പോഴും നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഫാമിലിനെയാണ്, റേദർ ദാൻ ഒരു ഇൻഡിവിജ്വലിന്. കാരണം ഒരു ഇൻഡിവിജ്വലിന് പ്രയോറിറ്റി വരുമ്പോൾ എപ്പോഴാണ്? നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോഴാണ്. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നൊരു പേഷ്യൻ്റ് ആയിട്ട് വരുമ്പം അവിടെ ആർക്കാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെ ട്രീറ്റ്മെന്റ് പോകുന്നത്? ആ ഒരു പേഷ്യന്റ് എന്നുള്ള കൺസിഡറേഷൻ അല്ലേ, നമ്മൾ ആ പേര് അല്ലേ, ആ ഒരു പേര് വെച്ചിട്ടാണ്. ഇപ്പം ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര്, അപ്പം അല്ലെങ്കിൽ ഒരു രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു പേഷ്യന്റ്. ഈ ഒരു രാഘവൻ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഇപ്പം ഒരു ക്രോണിക് ലിവർ ഡിസീസോ അല്ലെങ്കിൽ ഒരു TB ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ TB ഉള്ള ഒരു പേഷ്യന്റ് ആണ്, ഒരു രാഘവൻ എന്ന് പറഞ്ഞ പേഷ്യന്റ് ആണ് വീട്ടിലേക്കുള്ളത്. അത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പുള്ളിക്ക് ലൈക്ക് ഹി വിൽ ബി എ പേഷ്യന്റ്. ആ പേഷ്യന്റ് വരും, നമ്മുടെ ഫോക്കസ് ഓഫ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ആ ഒരു ഇൻഡിവിജ്വലിനെ ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. രാഘവൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ആൾക്കാരുടെ ബാക്കിയുള്ള ഹെൽത്തും വീട്ടുകാരുടെ ഹെൽത്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കുവോ? ഇല്ല. അതൊരു ടെറിഷറി ലെവലും കൂടി ആണെങ്കിൽ തീരെ ഇല്ല. കാരണം അവരുടെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റ് ഇൻഡിവിജ്വൽ അപ്പിയറൻസിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ വരുന്നത്, അത് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പരിഗണിക്കുന്നുണ്ടാവുക. അതാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയും ഹോസ്പിറ്റൽ സെറ്റിങ്ങിലെ ഏറ്റവും വലിയ ഡിഫറൻസ്. ഒന്ന് ഞാനൊരു നമ്മളെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് ലൈക്ക് ഒന്ന് അതാണ്. രണ്ടാമത്തെ ഒരെണ്ണം എന്ന് പറയുന്നത് ലൈക്ക് വെൻ വി കമ്മിങ് ബാക്ക് ടു ദ ഹോം അല്ലെങ്കിൽ ഫാമിലി. ഒരു ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരാളെ, ഇപ്പം രാഘവൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പോയി മീൻസ് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുമ്പം അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ? അവരുടെ IP നമ്പർ ആണോ നമ്മൾ നോക്കുന്നത്? അല്ല. അവരുടെ വാർഡ് നമ്പർ, അവരുടെ ഹോം ലൈക്ക് വീടിന്റെ നമ്പർ ഉണ്ടാവും, പിന്നെ അവരുടെ ഫാമിലി നെയിം, പിന്നെ അവരുടെ ആ ഫാമിലി നെയിം ലൈക്ക് ആ ഫാമിലി. അവിടെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ്, ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫാമിലി എന്നുള്ള രീതിയിൽ. നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ടൈമിലാകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാ? ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ബേസിക് യൂണിറ്റ് വരുമ്പോൾ അത് ഒരു സൊസൈറ്റിയിലൊക്കെ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിനെയാണ്. നമ്മളൊരു ഫാമിലി ആസ് എ ഹോൾ, അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അവരുടെ ലൈക്ക് റിലേഷൻഷിപ്പ് ഫാക്ടേഴ്സ് എല്ലാം മീൻസ് മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് കൂടി അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് ഹെൽത്തിന് ബാക്കിയുള്ള ഏതൊക്കെ രീതിയിലാണ് അത് സ്പ്രെഡ് ചെയ്തത്, അതിനുള്ള ഇനി ബാക്കിയുള്ള പല ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കാനും കൂടി വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്സ് എടുക്കും. അപ്പം വെനെവർ എ പേഷ്യന്റ് ഈസ് ഇൻ ഹോം അല്ലെങ്കിൽ ഫാമിലി, അവരുടെ കവർ ചെയ്യുന്നത് ആ ഫാമിലിയിലെ ആ ഒരു ഇൻഡിവിജ്വൽ പ്ലസ് ആ ഹോൾ ഫാമിലിയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫാമിലിയാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് വർക്ക്.
ഹോസ്പിറ്റലിലേക്ക് നേരെ തിരിച്ചു വരുമ്പോൾ ലൈക്ക് ആ ഫാമിലിയിലെ ആ ഇൻഡിവിജ്വൽ ലൈക്ക് ആ രാഘവൻ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആരെയും ഒരു രീതിയിലല്ല. ഓക്കെ, അങ്ങനെ ഒരാൾ വരുമ്പോൾ ലൈക്ക് ഹി വിൽ ബി എ പേഷ്യന്റ്. ആ പേഷ്യന്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. അവിടെ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അവരുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും നമ്മൾ അധികം ടെസ്റ്റ് ചെയ്യാൻ പോകില്ല. കാരണം ഇറ്റ്സ് എ ബിസി, അത് ആവശ്യമില്ല. അവർക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആ ഒരു ഇൻഡിവിജ്വലിന് മാത്രം ഹോസ്പിറ്റലിൽ കൊടുക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ആർ ഗോയിങ് ടു ഫാമിലി, ഫാമിലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ഫാമിലിയിലെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം നിങ്ങളൊരു ഗസ്റ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന് കുറച്ചുകൂടി ഓക്കെയാണ്. കാരണം അവരുടെ എൻവയോൺമെന്റിലാണ് അവരുള്ളത്. മാത്രമല്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നും കൂടി മീൻസ് സെക്യൂർ ആയിട്ട് വേണം നമ്മൾ ആ ഇൻഡിവിജ്വൽ ഫാമിലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ. പല ഫാക്ടേഴ്സിൽ ചിലപ്പോൾ പ്രശ്നം, ഇപ്പോൾ ഒരു വാക്സിനേഷന് പോകുമ്പോൾ ചില റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ അവരെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അവരെ വീട്ടിലേക്ക് പോകുമ്പോൾ ആസ് എ ഗസ്റ്റ് ആണ് പോകുന്നത്. നമുക്ക് അധികം ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ഇൻഡിവിജ്വലിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഡിവിജ്വലിന് നമുക്ക് കൊടുക്കേണ്ട കെയർ എന്ന് പറയുമ്പോൾ അവര് നമുക്ക് എന്തായിരിക്കും ഗസ്റ്റും, നമ്മൾ അവിടെ ഹോസ്റ്റും ആണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് ആ സെറ്റിങ്സിൽ അവർ അത്രയും ഫെമിലിയർ ആയിരിക്കും. നമ്മളപ്പോൾ അവരെ ഓറിയന്റ് ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കാനും കൂടിയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നേരെ തിരിച്ച് ഫാമിലിക്ക് പോകുമ്പോൾ നമുക്ക് വളരെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ഭാവിയിലെ ക്ലാസ്സസ് വരുമ്പോൾ ഞങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പ്രിക്കോഷൻസ് ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു JPHN ആയാൽ പോലും എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം എന്നുള്ളതും എന്തൊക്കെ നിങ്ങളുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരും എന്നുള്ളത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ്. ഇപ്പം ആൻസർ കറക്റ്റ് ആണ്. സോറി, ഞാൻ കുറച്ച് സമയം എടുത്തു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. ഓക്കെ, ഗോയിങ് ടുവേർഡ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഫോർ ദ ടൈം ബീങ്. ഓക്കെ, name the middle. Okay, someone is joining. Sorry. Okay, so the third question is name the middle layer of uterus. അല്ലേ, നമുക്കറിയാം ഇപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒന്ന് കമ്മ്യൂണിറ്റിയും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ OBG അല്ലേ, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ചൈൽഡ്. ഹലോ, ആരോ മൈക്ക് അൺമ്യൂട്ട്. 1 second. Sorry. Sorry. Okay, back to the class. Like the third question എന്ന് പറയുന്നത് നെയിം ദ മിഡിൽ ലെയർ ഓഫ് ദി യൂട്രസ്. ഇത് OBGയിലെ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ പ്രീവിയസ് JPHN എക്സാമിന് ചോദിച്ചതാണ്. ഓപ്ഷൻ A പെരിമെട്രിയം, ഓപ്ഷൻ B മയോമെട്രിയം, ഓപ്ഷൻ C മയോകാർഡിയം, ഓപ്ഷൻ D എൻഡോമെട്രിയം. ഓക്കെ, ഇതിലെ ആൻസർ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇതിൽ ഡിസ്ട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടെത്തണം കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒറ്റൊരു ആൻസറേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആൻസർ എത്തണം. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു, ഡിസ്ട്രാക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് പോവാം. പെരിമെട്രിയം ശരിയാണ്, നമ്മുടെ യൂട്രസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ എൻഡോമെട്രിയം നമ്മുടെ യൂട്രസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മയോമെട്രിയം ഓൾസോ ഇസ് റിലേറ്റഡ് ടു എന്താണ്, നമ്മുടെ യൂട്രസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബട്ട് മയോകാർഡിയം ഇറ്റ്സ് വെരി ഡിഫറെന്റ്. മയോകാർഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്ന് മെസ്സേജ് വരുമോ നോക്കട്ടെ. ആൻസർ വന്നു. മയോകാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഓപ്ഷൻ വരുന്നില്ല, ആൻസർ മാത്രം വന്നു പോയി. യെസ് 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 യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യാ, റൈറ്റ്. ജംഷാദ് ആൻഡ് അശ്വതി. ഓക്കെ, യാ, വെരി നൈസ്. ലൈക്ക് നമുക്ക് മെഡിക്കൽ ടെർമിനോളജിയിലൊക്കെ കുറച്ച് എളുപ്പ വഴികളും ഷോർട്ട് കട്ട്സിലും വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എൻഡിങ് വിത്ത് എന്താന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പം അതൊരു ലൈക്ക് ഹോർമോൺ ആണോ അല്ലെങ്കിൽ അതൊരു മീൻസ് പ്രോട്ടീൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും എൻസൈം ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഈ എൻഡിങ് ടെർമിനോളജീസ് അല്ലെങ്കിൽ വേർഡിന്റെ എൻഡിങ് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പെരി എന്ന് പറഞ്ഞാൽ എന്താണ്, കവറിംഗ് എന്നാണ് അർത്ഥം. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് ആണ്. അപ്പം എന്തായാലും ഇത് എന്താണ്, പുറത്തുള്ള ഒരു കവറിംഗ് ആണ്, ഒരു പൊതി പോലെ, ലൈക്ക് ഇറ്റ് ഇസ് എ കവറിംഗ്. ഇപ്പൊ പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് സംതിങ്, പെരി എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാ ഭാഗത്തിനും കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അത് പുറത്തുള്ളതായിരിക്കും, എനിവേ ഉള്ളത്തെ അല്ല. നേരെ മറിച്ച് മയോമെട്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സംതിങ് മസിൽ അല്ലെ, തിക്കായിട്ടുള്ള മസിൽ. അപ്പം അതൊരു മേ ബി ഇൻ മിഡിൽ എന്നുള്ള രീതിയിലാണ്. പിന്നെ അടുത്തത് വരുന്ന മയോകാർഡിയാണ്. അത് റിലേറ്റഡ് ടു കാർഡിയോളജി, മീൻസ് കാർഡിയാക്, റിലേറ്റഡ് ടു ഹാർട്ടാണ്. എല്ലാവരും ഓപ്ഷൻ പറഞ്ഞു ഹാർട്ടാണ്. അപ്പം ഹാർട്ടിന് ബന്ധപ്പെട്ടാണ്. അത് ഇവിടെ ആയിട്ട് ഒരു മാച്ചും ഇല്ലാത്തതാണ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എടുത്ത് പുറത്തിടേണ്ടത് എന്തിനാണ്, മയോകാർഡിയത്തിനാണ്. നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വരുന്നതാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ അല്ലെ, ഉള്ളിലുള്ളതാണ്. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലും, പെരി എന്ന് പറഞ്ഞാൽ പുറത്ത്,
മയോമെട്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംതിങ് ഇൻ മിഡിലാണ്. അപ്പം ആൻസർ എന്തായി? മയോമെട്രി ആണ്. നമുക്ക് ഈ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്ര ടൈം എടുത്ത് നമുക്ക് വിശദീകരിക്കാൻ ടൈം ഉണ്ടാവില്ല. നമ്മൾ ക്വിക്ക് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ സി മയോകാർഡിയത്തിന് എടുത്ത് പുറത്തിടുക. പിന്നെ നമുക്ക് 3 ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. പിന്നെ പേര് ഞാൻ പറഞ്ഞു കവറിംഗ് ആണ്. എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് അല്ലേ, എൻഡോമോളജി ലൈക്ക് എല്ലാം എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഉള്ളതാണ്. അപ്പം എൻഡോ അതും കഴിഞ്ഞു. എൻഡോസ്കോപ്പി സ്കോപ്പി സംതിങ് നമ്മൾ എന്താണ് ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പം അതും ഒഴിവായി. പിന്നെ നമുക്ക് ഇടയിൽ വരുന്നതാണ് ലൈക്ക് എന്താണ് മയോമെട്രിയം. അപ്പൊ ചില ഓപ്ഷൻസ് മയോമെട്രിയം മയോകാർഡിയം സംതിങ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആൻസർ ആവാനുള്ള സാധ്യതയും ഉണ്ട്. മനസ്സിലായോ? അപ്പം ചില വേർഡ്സും അതും നിങ്ങൾക്ക് ട്രിക്സിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫോർ ദ ടൈം ബി നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇപ്പോൾ നോക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓവർവ്യൂ ഓഫ് ആ കോഴ്സ് എന്താണെന്നുള്ളത് അറിയാനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെറുതെ ഡിസ്കഷന് വേണ്ടി മാത്രമാണ് 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസും ഈ ഒരു മീൻസ് പോർഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ 2018 JPHN എക്സാമിന്റെ 100 സെറ്റ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നഴ്സിംഗ് ആചാര്യ ആപ്പിൽ. നിങ്ങൾക്ക് ഫ്രീ ടെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിത്ത് ടൈമർ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ട് തന്നെ അനുഭവിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം നമ്മൾ നോർസെറ്റ് ഒക്കെ എഴുതിയ എക്സാംസ് ഒക്കെ എഴുതിയ ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ ഓപ്ഷൻസ് നിങ്ങൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസേഴ്സ്, ഏതൊക്കെ അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ അറ്റൻഡ് ചെയ്യാണ്ട്, ഏതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു എന്നുള്ള രീതിയിലും വരും. ഇനി ഫ്യൂച്ചറിലൊക്കെ കേരള PSC പോലും ഈ രീതിയിലേക്ക് മാറും. പല എക്സാംസും കേരള PSC ഓൾറെഡി തന്നെ നമ്മൾ ഓൺലൈൻ എക്സാംസ് ആണ്. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ ഒക്കെ നമുക്ക് ഓൺലൈൻ ആണ്. ഇപ്പം ചെറിയ കാറ്റഗറി ലൈക്ക് കുറച്ച് ആൾക്കാർ മാത്രം അറ്റൻഡ് ചെയ്യുന്ന എക്സാംസ് ഒക്കെയാണ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ ഒന്നെങ്കിൽ നമ്മൾ റീജിയണൽ ഏരിയാസിൽ, അതായത് കേരള PSCന്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ അവിടുത്തെ കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ചിട്ടാണ് എക്സാംസ് ഒക്കെ പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് കുറവായി വരുമ്പം ഒരുപക്ഷെ അത് ഓൺലൈൻ എക്സാംസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനോട് നിങ്ങൾ ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നഴ്സിംഗ് ആചാര്യന്റെ പ്ലാറ്റ്ഫോമിൽ യു ഹാവ് ആൻ ഓപ്ഷൻ ലൈക്ക് ടെസ്റ്റ്. അത് ഓൺലൈൻ ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. ആൻസർ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈവൻ റാങ്ക് വരെ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ആയിട്ട് മീൻസ് ലാസ്റ്റിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും നിങ്ങൾ റാങ്ക് എത്രയാണ് കിട്ടിയതെന്നുള്ളത്. അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മൂവിങ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് സ്ലൈഡ്. എന്തൊക്കെയാണ് നമ്മൾ ഈ നഴ്സിംഗ് ലൈക്ക് ഇപ്പം ഒരു JPHN എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ്, നിങ്ങൾക്ക് അറിയാം, ഒരു പബ്ലിക് ഹെൽത്തിന്റെ ഒരു കാർഡിനൽ പാർട്ട് ലൈക്ക് ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു നട്ടൽ എന്ന് തന്നെ പറയാം. നമുക്ക് എന്താണ് JPHN എന്ന് പറഞ്ഞ ഒരാൾ അല്ലെ, ഒരു JPHN ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ തന്നെയാണ്. അവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ എന്താണ് ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണം ഫോക്കസ്, ഏതൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതാണ് ഈ സ്ലൈഡിൽ ഞാൻ പറയുന്നത്. ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വളരെ ട്രിക്കി ആയിട്ട് വേണം എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ. കാരണം എക്സാംസിന്റെ ഇപ്പോഴത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് തന്നെ ക്വസ്റ്റ്യന്റെ പാറ്റേണും ആപ്ലിക്കേഷൻ ലെവലിൽ പോകും. കാരണം വെച്ചാൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായി നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർ വരും. അവർക്ക് നമ്മൾ തിയറട്ടിക്കൽ നോളജിൽ ഭയങ്കര നോളജ് ഇരിക്കും. അത് ആരും നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു സംസ്ഥാനത്തിനും പറയുന്നില്ല, അത് ശരിയല്ല, എന്നാലും ഒരു കുറച്ച് മേ ബി ഉണ്ട്. ഓക്കെ, അപ്പൊ അവര് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തിയറട്ടിക്കൽ നോളജ് ആയിട്ട് നമുക്ക് ഒരിക്കലും കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ, കാരണം തിയറട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവർ പേഷ്യൻസിന് ഈവൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. കാരണം അവരെന്താണ് തിയറി മാത്രം പഠിച്ചു വരുന്ന ആൾക്കാർ വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണെങ്കിൽ ഇത് പേഷ്യന്റിന് എന്തായിരിക്കും, ഹൈ റിസ്ക് ആയിരിക്കും. കാരണം മരണത്തിന് വരെ സാധ്യമാവാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പുതിയ വന്ന ടെക്നോളജീസിന്റെ ഹെൽപ്പ് കൊണ്ട് തന്നെ മറ്റേ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു മീൻസ് പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിൽ വരുന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പുതിയ അഡ്മിഷൻസ് വരുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് സ്റ്റെക്കായി പോകുന്നത്, സോറി. ഓക്കെ, ഇപ്പം ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത്? ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴാണോ ആദ്യമായിട്ട് ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് എന്ന് കേൾക്കുന്നത്? അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നുള്ളത് ജസ്റ്റ് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരം. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും മേ ബി. ഓക്കെ, എനിവേസ്, ഇപ്പൊ ഞാൻ അത് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് പല ക്വസ്റ്റ്യൻസിലും നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി കറന്റ് റേറ്റ് ഇൻ ഇന്ത്യ എന്താന്നുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് 25.79, 25.799 ഡെത്ത്സ് പെർ 1000 ലൈവ് ബർത്ത്. ഇത് അർത്ഥമാക്കുന്ന എന്താണ്?
ഒരു 1000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ 25 കുട്ടികളോളം എന്തുണ്ടാവുന്നുണ്ട്, മോർട്ടാലിറ്റി അല്ലെ, അവർക്ക് എന്താ ഡെത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഇൻ 2023 2023 ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ലൈക്ക് 1000 കുട്ടികളൊന്നും അല്ല ജനിക്കുന്നത് അല്ലെ. ഇന്ത്യയിൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇതൊരു 1000 കുട്ടികളിൽ എത്ര പേര് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണക്കിന് എന്താണ് ഒരു ചെറിയൊരു ഫിഗറിലേക്ക് ആക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 1000 കുട്ടിയിൽ 25 കുട്ടികൾ മരണപ്പെടുക എന്ന് പറഞ്ഞാലും ഒരു വലിയ കണക്കാണ്. പണ്ടത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദമാണ്. ലൈക്ക് ഇന്ത്യയിൽ ഓവറോൾ ഇന്ത്യയാണ്, പക്ഷെ കേരളത്തിൽ ഇതിനും ചെറുതാണ്. കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈ പറഞ്ഞ പോലെ ബാക്ക് ബോൺ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു ഡെവലപ്ഡ് കൺട്രി എങ്ങനെയാണോ അവരുടെ IMR പോകുന്നത് അത് രീതിയിലാണ് കേരളത്തിന് IMR പോകുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഇനി അത് ഡീറ്റെയിൽ ക്ലാസ് വരുമ്പോൾ പറയാം. ഇപ്പൊ ഓവറോൾ ഇന്ത്യയിൽ 25.79 ആയിരുന്നു 2024, 2023 അത് 26.619 ആണ്. അപ്പൊ കുറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു 3.89% കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ IMR കുറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം കുറയുന്നത്? എന്തെങ്കിലും കാരണമുണ്ടോ? എന്തുകൊണ്ടാണ് കുട്ടികൾ മരണപ്പെടുന്നതെന്ന് അറിയാവോ? കേരളത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമുക്കറിയാം നമ്മുടെ ചില ഫെസിലിറ്റീസ് അല്ലെ, ഇപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ലോക്കൽ ഏരിയാസിലേക്ക് റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് എന്നൊക്കെ നമുക്ക് യെസ് സമ്മൺ ഹാവ് റിപ്ലൈഡ് ഓക്കെ ബെറ്റർ യെസ് വെരി ഗുഡ് ജംഷാദ്, യു ആർ റൈറ്റ്. സോ എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം അല്ലെ ഹെൽത്ത് ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ IMRനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു രാജ്യത്തിന്റെ IMR വളരെ കൂടുതലാണ്, ഈവൻ ഒരു 50 ആൻഡ് അബോവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തിനും ഉണ്ടാവും. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഹെൽത്ത് സിസ്റ്റം വളരെ മോശമാണ്. അപ്പോൾ ലോകത്തില് നമ്മൾ പല രാജ്യങ്ങളെ കമ്പയർ ചെയ്യാനുള്ള ഇൻഡെക്സസ് എന്ന് പറയും പല രീതി. കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് കമ്പയർ ചെയ്യും, GDP വെച്ച് കമ്പയർ ചെയ്യും, ഒരു രാജ്യത്തിന്റെ എക്കണോമി നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് ഡെവലപ്മെന്റ് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഇങ്ങനത്തെ ഇൻഡെക്സസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. IMR, അതുപോലെ തന്നെ MMR, മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിന്റെ ടൈമിലോ പോസ്റ്റ് ഡെലിവറിയിലോ മെറ്റേണൽ ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് എന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് സിസ്റ്റം വളരെ മോശമാണ്. ചിലപ്പോൾ എന്താണ് PPH അല്ലെ, PPH കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് മെറ്റേണൽ ഡെത്ത്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ സെപ്റ്റിക് ഷോക്സ് ഉണ്ടാവാം. അപ്പൊ ആ രീതിയിലും മരണപ്പെടാറുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ മരണപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഹെൽത്ത് സിസ്റ്റം അത്രയും മോശമായതുകൊണ്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റേറ്റുകളൊക്കെ പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും IMR MMR ഒക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം? നോട്ട് ഫോർ എൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. എന്തിനാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഹെൽത്തിലുള്ള വളർച്ചയുടെ ഒരു മാറ്റം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള IMR MMR ഒക്കെ പഠിക്കുന്നത്. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറയാട്ടോ. ഇവിടെ നമ്മൾ 1000 ലൈവ് ബേർഡ്സ് ആണ് കേട്ടോ, അത് ആലോചിക്കണം. അപ്പോൾ അത് തെറ്റി പോകാൻ പാടില്ല. ഓപ്ഷൻസ് വരുമ്പോൾ ലൈവ് ബേർഡ്സ് ആണ്. 1000 ആയിട്ടുള്ള ജീവനുള്ള കുട്ടികൾ ജനിക്കുന്നതിൽ 1000 പേരിൽ 25.799. ഇതാണ് 2024 കണക്ക്. ഓക്കെ, അതൊരു ഞാനൊരു പോയിന്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഡാറ്റ. ഈ ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം JPHN പബ്ലിക് ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? തൊട്ട് മുമ്പത്തെ ഡാറ്റയാണ്. ഈവൻ നമ്മളിപ്പം മെറ്റർണൽ മോർട്ടാലിറ്റി ആണെങ്കിലും അബോർഷൻ റേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബർത്ത് എത്രണ്ണം ഉണ്ടാവുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ എന്താണ് പ്രീവിയസ് ഡാറ്റ. ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഡാറ്റ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പബ്ലിക് ഹെൽത്തിൽ. അതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു രീതിയിൽ ഒരു ഫോക്കസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒറ്റ പോയിന്റ് അതിൽ വന്നുള്ളൂ. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ട്, അതിൽ ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്പീഡ് കൂടുതലാണോ അതോ സ്പീഡ് കുറഞ്ഞു പോയോ? സ്പീഡ് കൂടുതലാണോ കുറവാണോ? ഓക്കെ ആണ്. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു അജേഷ്. ഓക്കെ, സോ നമ്മളെ സിലബസ് ഇതാണ്. നമ്മൾ ഇനി എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു എന്റെ ടാർഗറ്റ്. ഞാനിപ്പം എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. JPHN സിലബസ് ഇതാണ് നമ്മൾ ഇവിടെ അൺഫോൾഡ് ചെയ്യുന്നത് അല്ലെ, അൺബോക്സിങ് ചെയ്യുന്നത്. നമ്മളെ ഭാഷയിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഭാഷയിൽ പറയുമ്പോൾ അൺബോക്സിംഗ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ് JPHN സിലബസ്. ഓക്കെ, അപ്പൊ അതിലെന്താണെന്നുള്ളതാണ് JPHN എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അല്ലെ. അതാണ് എൻട്രി കാഡർ ആണ് കേട്ടോ. ലൈക്ക് ഇറ്റ് ഇസ് എൻ എൻട്രി കാഡർ.
നിങ്ങളിപ്പോൾ ഈ ഒരു എൻട്രി കയറിൽ ഇപ്പം ANM പഠിച്ച ആൾക്കാരാണെങ്കിലും GNM പഠിച്ച ആണെങ്കിലും BSc കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും MS ഈവൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എക്സാം എഴുതാം. ഞാൻ എപ്പോഴും പറയും എൻട്രി കയറിൽ ഉണ്ടാവുന്ന ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ANM. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റ് മേഖലയിൽ നിങ്ങൾ കയറി പ്രവേശിച്ചു ജയിപ്പിച്ചനായിട്ട് കുറച്ചു കാലം ലീവ് എടുത്ത് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുക, പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിസിൻ വേണമെങ്കിലും പോലും പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്യൂച്ചറിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ചിലപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ മൊബൈൽ ഫോൺ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പുതിയ പുതിയ അപ്ഡേഷൻസ് ഒന്നും ചെയ്തില്ല, ഫോൺ സ്റ്റക്ക് ആയി പോകും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഇൻ കേസ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല മുമ്പോട്ടെങ്കിൽ പുതിയ വരുന്ന അപ്ഡേഷൻ നമ്മുടെ ഫോൺ റെക്കഗ്നൈസ് ചെയ്യില്ല അല്ലേ? അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ വാട്സപ്പിൽ ഈ ഒരു ചില ചാറ്റിന്റെ ടെക്നോളജി ഒക്കെ മാറുമ്പോൾ ചില ഇമേജസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ഫോൺ അതിന് കോമ്പാറ്റബിൾ അല്ല. അതാവുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കറണ്ട് അപ്ഡേറ്റ്സുമായിട്ട് അപ്ഡേറ്റ്, ഒന്നെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ റെഗുലർ കോഴ്സസ് ചെയ്ത് നിങ്ങൾ കോമ്പിറ്റന്റ് ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിലനിന്ന് പോകണമെങ്കിൽ അപ്ഗ്രേഡേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് എക്സാമിന് കയറി കഴിഞ്ഞ് നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ചെറുതായിട്ട്. ഇപ്പൊ JPH എന്ന് പറഞ്ഞപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് നേഴ്സ് വരെയും പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മീൻസ് AD ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ രീതിയിലേക്കൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് മാറാനും, പിന്നെ നിങ്ങൾക്ക് അറിയാം സൂപ്പർവൈസറി പോസ്റ്റുകളുണ്ട്. അതിനൊക്കെ ചെറിയ മിനിമൽ ട്രെയിനിങ്സ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ആ ഒരു മേഖലയിൽ ഇപ്പൊ നിങ്ങളുടെ നഴ്സിംഗ് മേഖലയിൽ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് പഠനങ്ങൾ പഠിക്കാം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങൾ ഡാറ്റേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷനിലുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പൊ ANM ആണ് കഴിഞ്ഞെന്ന് വെച്ച് ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ഭാവിയിൽ അത് അപ്ഗ്രേഡ് ചെയ്യാം. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുക. അത് ഈ പറഞ്ഞ ഫോണിന്റെ കാര്യം വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പ്രൊമോഷനൊക്കെ വരും, ഒക്കെയാണ് റെഡിയാണ്. പക്ഷേ പുതിയ ടെക്നോളജി മാറ്റം വരുമ്പോൾ നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് കുറെ സമയം എടുക്കും. ഒരു ദിവസം കൊണ്ട് ഒരു കുട്ടി പറയും, ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു കാര്യം ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ 5 to 10 days അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർ അപ്ഗ്രേഡ് ചെയ്ത് പഠിക്കും. ഈവൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പണ്ട് കീബോർഡ് പാഡ് ഫോൺ ഉപയോഗിച്ച് പിന്നെ ടച്ചിലേക്ക് വന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റില്ല. അതായത് നിലനിൽപ്പിന് ഒരു പ്രശ്നമാവും ഈ പ്രൊഫഷണൽ ടെക്നിക്കൽ പോസ്റ്റുകൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ JPH എന്ന് പറഞ്ഞാൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നുള്ളതാണ്. ഇറ്റ്സ് പബ്ലിക് ഹെൽത്തിന്റെ ഫോക്കസ് ചെയ്യുന്നതാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്? പ്രൊവൈഡ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ, പ്രൊവൈഡ് പ്രൊമോട്ടീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്. ഈ പ്രൊമോട്ടീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് എന്നൊക്കെ പറയുന്നത് ചെറിയ വേർഡ്സ് അല്ല, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത് വരുന്നത്, റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജനറൽ പാസിന് SLC ഓർ ഇക്വലന്റ് ആണ്. ഇപ്പൊ +2 ലെവലിലാണ് പറയുന്നുണ്ട്. ഇപ്പം അപ്ഗ്രേഡേഷൻ വരും, ഞാൻ പറഞ്ഞല്ലോ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ. ഇനി +2 കഴിഞ്ഞാലേ നമുക്ക് ANM കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് മീൻസ് പോസ്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് കുറച്ചു കാലം കൂടി നമുക്ക് പാസിന് SLC ഇക്വലന്റ് ഒക്കെയാണ്. ടെക്നിക്കലി ഹാവ് ആൻ ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തോടത്തോളം കാലം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വി കാൺ കൺസിഡർ ആസ് എ നഴ്സ് അല്ലെ. ഒരു നഴ്സ് ആണെന്നുള്ള കൺസിഡറേഷൻ വരുന്ന എപ്പോഴാണ്? നിങ്ങൾ ഡിഗ്രിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി പാസ്സായാൽ നിങ്ങൾ ആവില്ല. നിങ്ങളൊരു റെഗുലേറ്ററി ബോഡി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈം പീരീഡ് തൊട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുള്ളൂ. ആ ടൈം പീരീഡ് തൊട്ടിട്ടാണ് നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറുള്ളൂ കേട്ടോ. അതെ, ഈവൻ ഇപ്പം ANM ആണെങ്കിലും GNM ആണെങ്കിലും BSc ആണെങ്കിലും MSc ആണെങ്കിലും എല്ലാവർക്കും അതിനനുസരിച്ചുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. ആ രീതിയിലുള്ള രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ. ഈവൻ പാസ് ആവാത്ത പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊന്നും കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റമാണ്. ലൈക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇപ്പൊ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞ പോലെയാണ്, വ്യാജ നഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന അപകടമാണ്. കാരണം പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ ഹെൽത്തിന് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് ഓൾറെഡി അവർ സിക്കായിട്ട് വന്ന ആൾക്കാർ നമ്മൾ ഒന്നുകൂടി വയ്യാതാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. ഇപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLC പാസ് അല്ലെങ്കിൽ ഇക്വലന്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹാവ് ANM സർട്ടിഫിക്കറ്റ് ഓർ ഹെൽത്ത് വർക്കേഴ്സ്. ഇപ്പം നമുക്ക് പറഞ്ഞ പോലെ ഇപ്പൊ ഈവൻ MSc വരെ കഴിഞ്ഞ ആൾക്കാർക്ക് പോലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മിഡ്വൈഫറി, ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ്. ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിലാണ് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ കുറെ കാര്യങ്ങൾ, കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം
ഇപ്പൊ അതുപോലെ തന്നെ ആരോഗ്യ ലൈക്ക് പല രീതിയിലുള്ള പദ്ധതികളുണ്ട്. ജീവതാളം, അങ്ങനെ കുറെ കുറെ പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പം ഈവൻ നിങ്ങൾ കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ പോലെ ട്രാക്കറാണ്. ട്രാക്കറിലാണ് നിങ്ങൾ ഒരു അമ്മ പ്രഗ്നന്റ് ആയതിനു ശേഷം തൊട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തൊട്ട് ഒരു ഫോക്കസ് ആണ്. അതൊരു കുട്ടി 5 വയസ്സാവുന്ന വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ഫോക്കസ് ചെയ്യുന്നൊക്കെ ഈ ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാത്തിനും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ അറിയുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. പല പല പദ്ധതികളുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിൻ്റെതായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള പദ്ധതികളുണ്ട്, NHMൻ്റെതായിട്ടുള്ള പദ്ധതികൾ പോലും ഇപ്പോൾ ഉണ്ട്. ഇതിനൊക്കെ പേരുകളും ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പം ആരോഗ്യ മന്ദിരം ലൈക്ക് എല്ലാത്തിനും മാറി വന്നിട്ടുണ്ട്. വെൽനസ് സെന്റേഴ്സ് ആയി. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഈ അപ്ഗ്രേഡേഷൻ ഇവരിങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസും അതിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി വരാന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇനി വരുന്ന ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിങ്ങൾക്ക് അറിയാം കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് അല്ലേ, നമുക്ക് ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. ചിലപ്പം ബയോമെഡിക്കൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബ്രേക്ക് ഡൗൺ ആണ് അല്ലേ. നമ്മളൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആകും പോലെയാണ് ഒരാൾക്ക് ഡിസീസ് എന്നുള്ള രീതിയിലുള്ള, അതാണ് ഒരു കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്. ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താന്നുള്ളതുണ്ട്. അത് WHO സ്റ്റേറ്റ് ഫോർവേഡ് ചെയ്ത ഡെഫിനിഷൻ ഉണ്ട്. WHO എന്ന് വന്നു, ലൈക്ക് April 7 ഇങ്ങനെ കുറെ വേൾഡ് ഹെൽത്ത് ഡേ എന്ന് ആഘോഷിക്കുന്നു. ഇങ്ങനെ ഒരു 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 ശൃംഖലയാണ്, ലൈക്ക് ഒരു സീരീസ് ആയിട്ടാണ് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് പോകുന്നത്. നല്ല രസമായിട്ട് നമുക്ക് ക്ലാസ്സസ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രാക്ടീസ് എന്താണെന്നുള്ളതും, ഹെൽത്ത് പ്രോബ്ലംസ്, പോളിസീസ്, ഹെൽത്ത് ഓർഗനൈസേഷൻ, ഞാനത് റീഡ് ഔട്ട് ചെയ്യണം കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പോകുന്നതായിരിക്കും. റോൾ ഓഫ് ഹെൽത്ത് ടീം എന്തൊക്കെയാണ്, കാരണം പലർക്കും പല വ്യത്യാസമുള്ള റോളാണ്. അപ്പം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനുള്ള റോൾ ആയിരിക്കില്ല ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലിലുള്ള ആൾക്കാർക്ക് വരുന്നത്, അതുപോലെ ആയിരിക്കില്ല HIമാർക്ക് വരുന്നത് അല്ലെ. അവരുടെ ഫോക്കസ് ഓഫ് ഏരിയ വ്യത്യാസമുണ്ട്. ലൈക്ക് ഈവൻ നമുക്ക് പറയാം, ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ PNM കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത്, ഇതായിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആര്, നമ്മുടെ ANM കഴിഞ്ഞ് GPHN പോലുള്ള പോസ്റ്റുകൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വിചാരിച്ച് ബാക്കി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതല്ല, പക്ഷെ അവർക്ക് റോളുണ്ട്. പക്ഷെ ഹെൽത്ത് ഇൻസ്പെക്ടർ അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ട് പോകുമ്പോൾ അവർ സാനിറ്ററി ലൈക്ക് ക്ലെൻലിനെസ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ മറ്റേ എവിടെയെങ്കിലും ട്രെയിനിങ് സിസ്റ്റം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ഹോട്ടലിലുള്ള അപ്രൂവൽ കാര്യങ്ങൾ കൊടുക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇങ്ങനെ കുറെ രീതിയിലുള്ള മൾട്ടി ഫോക്കസ്ഡ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് സബ് സെന്റർ ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള സെന്റർ അവിടെ നിങ്ങൾ മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പല കാര്യങ്ങളുണ്ട് കേട്ടോ. അഡോളസൻസ് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് പിന്നെ റോൾ ഓഫ് ഹെൽത്ത് ടീം. ആ എല്ലാ മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് നമ്മൾ പല ആൾക്കാരായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരാൾ മാത്രം ഉണ്ടായാൽ ആ ഒരു ലോകം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ നടക്കൂല. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിറ്റി, കാരണം കമ്മ്യൂണിറ്റി പല സ്ട്രക്ചേഴ്സ് ഉണ്ട്, അപ്പൊ അത് പഠിക്കണം. ഡൈനാമിക്സ് ഓഫ് കമ്മ്യൂണിറ്റി, ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചസിന്റെ കാര്യങ്ങളാണ്. പിന്നെ കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ്, അത് ഒരു നല്ല ടോപ്പിക്കാണ്. കാരണം കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒരു കമ്മ്യൂണിറ്റി നമ്മൾ പോയിട്ട് ഉണ്ടാക്കുന്നത്, ലൈക്ക് മീൻസ് ചെയ്യുന്നത്. അത് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഫോക്കസിലാണ്. അപ്പം നമ്മൾ പറയണം, ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് വെക്ടർ കൺട്രോൾ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം ഒരു പക്ഷേ അവിടെ അവർ നല്ല ന്യൂട്രീഷൻ അല്ല, അവരെപ്പോഴും നോണും കാര്യങ്ങളും കഴിച്ച് അവർക്ക് ന്യൂട്രീഷൻ ലെവലിൽ കുട്ടികൾക്കൊക്കെ മരാസ്മസ് അല്ലെങ്കിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രീഷണൽ പ്രോഗ്രാമാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ ഏരിയയിലുള്ള ആൾക്കാരെ, കുടുംബശ്രീ ആണെങ്കിൽ അങ്ങനെ അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ള അസസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ്. എന്നിട്ട് വേണം നമ്മൾ ഓരോ പ്രോഗ്രാം പ്ലാൻ ചെയ്യാതെ. ഇപ്പൊ എന്താ ഉണ്ടാവുന്ന, ഒരു പ്രോഗ്രാം നമ്മൾ അങ്ങ് ഉണ്ടാക്കും, ലൈക്ക് ഇപ്പൊ ഈവൻ ഗവൺമെന്റ് തരും, അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങ് പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, നമ്മളെ പരിപാടി കഴിഞ്ഞു. അതല്ല കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആൻഡ് മീഡിയ, കൗൺസിലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. കൗൺസിലിംഗ് ഇപ്പൊ നല്ല ഇമ്പോർട്ടന്റ്, കാരണം ഡിപ്രഷൻ വരുന്നുണ്ട്, കുട്ടികൾ മരണ റേറ്റ് ഇപ്പൊ അധികമാണ്. പല കുട്ടികളും ഇതുപോലെ തന്നെ ഈ ഡ്രഗ് അഡിക്ട്സ് പോലും ആയിട്ടുണ്ട് പല ഏരിയയിലും. നമുക്ക് അതിപ്പം എന്ന് വെച്ചാൽ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അത് പിന്നെ പിന്നെ ഈവൻ നമ്മൾ പല മരണങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലെ. പല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് നേരെയാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇപ്പം കൈവിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കൗൺസിലിംഗ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ അതാ ഞാൻ പറഞ്ഞ അഡീഷണൽ കോഴ്സസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം കൗൺസിലിംഗിനും വേണമെങ്കിൽ. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ, കാരണം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ പേഷ്യൻസിന് റീഹാബ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ വരുന്ന ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ള ആസ്പെക്ട് ആണ് അല്ലെ. ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ വരുമ്പോൾ എന്താണ്, നമ്മളൊരു ഹെൽത്തിന് എന്താ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ന്യൂട്രീഷനും ഹ്യൂമൻ ബോഡി ഹൈജീൻ ആണ് വരുന്നത്. ന്യൂട്രീഷനിലാണെങ്കിൽ എസെൻഷ്യൽ ന്യൂട്രീഷ്യൻസ്
ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ അസസ്മെന്റ്, പ്രൊമോഷൻ ഓഫ് ന്യൂട്രീഷൻ വരുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ നല്ല ഹൈജീൻ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഒരു കവർ ഞാൻ നേരത്തെ പറഞ്ഞ അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്നല്ലേ തുറക്കുക, അല്ലാതെ പതുക്കെ അല്ലല്ലോ തുറക്കുന്നത്. ആ പെട്ടെന്നുള്ള തുറക്കലിന്റെ സ്പീഡാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സോറി, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ, ദ ഹ്യൂമൻ ബോഡി, ലൈക്ക് ഹൈജീൻ ഓഫ് ദ ഹ്യൂമൻ ലൈക്ക് ബോഡി, ഒപ്റ്റിക്കൽ ഫംഗ്ഷനിങ് ഓഫ് ദ ബോഡി, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീനിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു ട്രാക്ക് ഉണ്ട്, ഈ ട്രാക്ക് അനുസരിച്ച് നമ്മുടെ മീൻസ് ഈ ഒരു ക്രാഷ് കോഴ്സ് പോവുള്ളൂ. ഇതിൽ ഒരെണ്ണം പോലും വിട്ടും പോവില്ല. ഒരെണ്ണം നിങ്ങൾ അഥവാ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വിട്ടുപോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ വരുന്നതാണ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, സേഫ് വാട്ടർ, നിങ്ങൾക്കറിയാം, ക്ലോറിനേഷൻ, അതുപോലെ ഹാർഡ് വാട്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പിന്നെ അതുപോലെ തന്നെ മീൻസ് ഫ്യൂമിഗേഷൻ, പല കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് വെക്ടർ കൺട്രോൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. പിന്നെ ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീറ്റ, വേസ്റ്റ്, ക്ലോറിനേഷൻ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മുടെ ഈ എൻവയോൺമെന്റ് സാനിറ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അതിലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. ലൈക്ക് ഹൗ ടു ഇൻവോൾവ് ദം. കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരാൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങ് നേരെ ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് അവിടുത്തെ നേതാക്കളുടെ അടുത്ത് പോയി കണ്ട് നമ്മൾ ആ ഒരു ടാക്ടിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈക്ക് അവരെ പോയി കണ്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരെ കൂടെയാണ് നമ്മളൊരു വീട്ടിൽ പോയിട്ട് സംസാരിക്കുക, അവിടുത്തെ ആശാ വർക്കർ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ഒരു ഹൈറാർക്കി ഒന്നും നോക്കാൻ പാടില്ല. കമ്മ്യൂണിറ്റി പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താണ്, അവിടെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഗസ്റ്റ് ആണ്, അവിടുത്തെ ഹോസ്റ്റ് അല്ല. അപ്പൊ ആ അനുസരിച്ച് നമ്മൾ എന്തിനാ പത്തിയൊക്കെ താഴ്ത്തിയിട്ട് വേണം കമ്മ്യൂണിറ്റി പോകാൻ. ഒരു പക്ഷെ നമ്മുടെ ആ രീതിയിലല്ല, നമ്മുടെ ഒരു വേറെ ടോണിൽ പോയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി ഒറ്റയടിക്ക് അവർ ഒറ്റയ്ക്കാവും. കാരണം എന്താണ്, അവർക്ക് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ കാര്യങ്ങൾ തീർക്കണം, നമുക്ക് പറഞ്ഞ പദ്ധതികൾ തീർത്ത് പോവുക. പക്ഷെ അവരുടെ കോമൺ ഇൻട്രസ്റ്റ് അതല്ല. അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണ്, മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്തായിരിക്കും, അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യും. കാരണം നമ്മൾ സ്ഥലത്ത് പോയി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാക്ടീസസ്, അവരുടെ ബിലീഫ്സിനൊക്കെ എതിരാണെങ്കിൽ അവിടെ അടിയാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പല ഏരിയാസിലും പോകുമ്പോഴും അത് ശ്രദ്ധിക്കണം. കാരണം അവിടുത്തെ പ്രശ്നം, ഈവൻ ഒരു പോലീസിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ ആദ്യം പോകുമ്പോൾ അവിടെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അതിലേക്ക് ഇറങ്ങുക. നേരെ മറിച്ച് പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് പോയി ഇറങ്ങുമ്പോൾ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ആ ഒരു പേഴ്സണലി ഉണ്ടാക്കും, അവരുടെ ഹെൽത്തിനെ ബാധിക്കും, ഈവൻ അത് നമ്മുടെ ജോലിനെ വരെ ബാധിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന് വെറുതെ ഹൈലൈറ്റ് ചെയ്തത്. മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സൈക്കാട്രി, നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ട്, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ, ലൈക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട് നമ്മളെ ഫാക്കൽറ്റീസിലുണ്ട്. ഈവൻ അത് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുണ്ട്, ലൈക്ക് അത് ഇത്രയും കാലമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ക്ലാസ്സസ് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരായിരിക്കും മെന്റൽ ഹെൽത്ത്, മാൽ അഡ്ജസ്റ്റ്മെന്റ്, മെന്റൽ ഇൽനെസ്, ഓൾഡ് ഏജ് കെയർ, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ മറ്റേ ഡിഫൻസ് മെക്കാനിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഫാക്കൽറ്റി ആയിരിക്കും. അപ്പൊ ആ ഫാക്കൽറ്റീസിന് ഈ ഫ്യൂച്ചർ ഇനി നാളെ വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെയാണ് അടുത്തത് വരുന്നതാണ് നമ്മളെ ഈ പറഞ്ഞ ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റിൽ അതിൽ ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് കൺസെപ്റ്റ് ഡിസീസ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി ആൻഡ് ബോഡി മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം, നേരത്തെ ഞാൻ സൈക്കാട്രിയിൽ പറഞ്ഞ മീൻസ് മെന്റൽ ഹെൽത്തിൽ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസംസ്. അതുപോലെ തന്നെ ബോഡിയിലാണെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചായിരിക്കും അതിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ലേറ്റന്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, അത് അങ്ങനത്തെ കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ വരും. കളക്ഷൻ ഓഫ് സ്പെസിമെൻ, ചില സ്പെസിമെൻസ് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യണം, കുട്ടീനായിട്ടുള്ള മിഡ് സ്ട്രീം യൂറിനൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങനെ കളക്ട് ചെയ്യണം, ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്യും, ഹോം ബേസിൽ എങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ, പ്രഷർ എത്രയാണ്, എത്ര മിനിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിൽ വരും. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ള കൺസെപ്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഇനിയും ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ഇനിയും ചേഞ്ചസ് വന്നിട്ടുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ്, അതിന്റെ കെയർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ തന്നെ എപ്പിഡമിക് മാനേജ്മെന്റ്, അത് എപ്പിഡമിയോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരും. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. പല മെത്തേഡ്സ് ഉണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. പിന്നെ അതിൽ വരുന്ന കെയറിങ് സിക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി, കെയറിങ് സിക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി ആണ്, കെയറിങ് അല്ല, കെയറിങ് സിക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി, ഫീവർ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഏക്സ് ആൻഡ് പെയിൻ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, അതുപോലെ യൂറിനറി പ്രോബ്ലം, കാർഡിയോവാസ്കുലർ പ്രോബ്ലം, ഡിസീസ് ഓഫ് നെർവസ് സിസ്റ്റം, മെറ്റബോളിക് ഡിസീസ്, ഡിസീസ് ഓഫ് മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റം, കെയർ ഓഫ് ഹാൻഡിക്യാപ്പ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ പ്രൈമറി മെഡിക്കൽ കെയർ എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഡ്രഗ്സ്. നമ്മളിപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനഫിലാക്സിസ് റിയാക്ഷൻ,
ഇമ്മ്യൂണൈസേഷൻ. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ലെവലിൽ, അപ്പൊ ആ രീതിയിൽ ഏത് ഡ്രഗ് കൊടുക്കണം, അഡ്രിനാലിനാണോ, ലൈക്ക് ആ ഏത് ഡ്രഗാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, അപ്പൊ അതിന്റെ ഡോസ് എങ്ങനെയാണ്, അപ്പൊ അത് എങ്ങനെ കൊടുക്കാം, IM ആണോ IV ആണോ, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മൈനർ എയിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കും, അങ്ങനെ കോമൺ എമർജൻസി ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതായത് അഡ്രിനാലിൻ പോലത്തെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വരും. ഈവൻ ഗ്ലൂക്കോസും എമർജൻസി ആണ് 25%. നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ അടിച്ച് പേഷ്യന്റ് വീണ് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക, അതൊരു എമർജൻസി ഡ്രഗ് ആണ് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറൽ, എങ്ങനെയാണ് റെഫറൽ സിസ്റ്റം അല്ലേ, ഇപ്പൊ റെഫറൽ നല്ല സ്ട്രിക്റ്റ് ആണ് അല്ലെ, മെഡിക്കൽ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ യു വിൽ ഫേസ് ഒരു ഡിഫിക്കൽട്ടി അല്ലെ. പണ്ടൊക്കെ ആണ് നമുക്ക് എങ്ങനെയെങ്കിലും ലൈൻ നിന്ന് നമുക്ക് OPT ടിക്കറ്റ് എടുക്കാം, പക്ഷെ ഇപ്പൊ എന്താണ് സ്ട്രിക്റ്റ് റെഫറൽ ആക്കി. കാരണം എന്താണ്, എല്ലാ പേഷ്യൻസിനും എന്താണ് സ്പെഷ്യലൈസ്ഡ് കെയർ വേണം എന്നുള്ള രീതിയിൽ ഒരു തലവേദന വന്നാൽ അവർ ന്യൂറോനെ കാണിച്ചിട്ടേ അവർ മടങ്ങുള്ളൂ ആ രീതി. അപ്പോൾ ആ റെഫറൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്, പിന്നെ എന്ത് ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ്, CPR അങ്ങനത്തെ കാര്യങ്ങൾ, PLS, ഓക്കെ. പിന്നെ ഫ്രാക്ചേഴ്സ്, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ഉണ്ട്, കുട്ടികളുടെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ചൈൽഡ് ഹെൽത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പാർട്ട്. അണ്ടർ 5 അല്ലെ, ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ 5 ഏജിൽ സ്കൂൾ ഗോയിങ്ങിൽ എങ്ങനെയാണ്, പിന്നെ ന്യൂട്രീഷൻ ഓഫ് ഇൻഫൻസ് ചിൽഡ്രൻ, പിന്നെ ചിൽഡ്രൻസിന്റെ റൈറ്റ്, അതുപോലെ തന്നെ കെയർ ഓഫ് സിക്ക് ചൈൽഡ്, അത് കെയർ ഓഫ് സ്കൂൾ ചിൽഡ്രൻ, കെയർ ഓഫ് അഡോളസെന്റ് ഗേൾസ് വരെ ഈ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലാണ്. അതിനും നമുക്ക് എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത പീഡിയാട്രിക് നഴ്സസ് ഉണ്ട്, നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് തന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അവരായിരിക്കും നിങ്ങൾക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ മിഡ് വൈഫറിയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത OB-യിൽ സ്പെഷ്യലൈസ് ചെയ്ത അസിസ്റ്റന്റ് പ്രോസസ് തന്നെയാണ് നിങ്ങൾക്ക് നഴ്സിംഗിലെ മിഡ് വൈഫറി പാർട്ടും ഡീൽ ചെയ്യുക. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് വേറെ ആവണ്ട. നോൺ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല നിങ്ങളുടെ സബ്ജക്ട്സ് ഡീൽ ചെയ്യുക. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാനുള്ള കാരണം. ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ പെൽവിസ്, ഫീറ്റൽ സ്കൾ, നിങ്ങൾക്ക് ആ ഡയഗണൽ മീൻസ് അതിന് ഡയമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലോബ്സും കാര്യങ്ങൾ, പിന്നെ ഫീറ്റസ് ആൻഡ് പ്ലാസന്റ പ്രീവിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. പൊസിഷണൽ ചേഞ്ചസ് ഓഫ് പ്ലാസന്റ അല്ലെ, ലൈക്ക് അപ്പർ ലൈൻ ആയിട്ടും പിന്നെ സെൻട്രൽ ലൈൻ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പിന്നെ നോർമൽ പ്രഗ്നൻസി എന്താണെന്നുള്ളതും, ആന്റിനേറ്റൽ കെയർ, നോർമൽ ലേബർ, കെയർ ഡ്യൂറിങ് നോർമൽ ലേബർ, നോർമൽ പ്യൂപ്പറിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ലൈക്ക് ആ നോർമൽ പ്യൂപ്പറിൻ, പിന്നെ പ്യൂപ്പറിൻ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്ഡേറ്റേഷൻ വന്നിട്ടുണ്ട്, അതുണ്ടാവും. കെയർ ഓഫ് ന്യൂ ബോൺ, അതുപോലെ ഹൈ റിസ്ക് ന്യൂ ബോൺ, സേഫ് മദർഹുഡ്, അതുപോലെ ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, ഇത്തരം കാര്യങ്ങളാണ് മിഡ് വൈഫറി. ഇത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നഴ്സസ് തന്നെയാണ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരിക. ഓക്കെ. പിന്നെ അബ്നോർമൽസ് ഓഫ് പ്രഗ്നൻസി, അബോർഷൻ, അബ്നോർമൽ ചൈൽഡ്ഹുഡ്, അബ്നോർമൽ പ്യൂപ്പറിയം, സർജിക്കൽ ഇന്റർവെൻഷൻസ് ഏതൊക്കെയാണ്, അപ്പം BPPS ഒക്കെ ആണെങ്കിലൊക്കെ അതെങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ അപ്രോച്ചസ്, വുമൻസ് ഹെൽത്ത് പ്രോബ്ലംസ്, സ്റ്റാറ്റസ് ഓഫ് വുമൺ, പിന്നെ RTI, റിപ്രൊഡക്റ്റീവ് ട്രാക്ക് ഇൻഫെക്ഷൻസ് ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, HIV, AIDS, ഇവരുടെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇൻഫെർട്ടിലിറ്റി, പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഫാമിലി വെൽഫെയർ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്. പിന്നെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ സബ് സെന്റർ എന്താണ്, അവരുടെ മെയിൻ്റെനൻസ്, സ്റ്റോക്ക്, ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്, കോർഡിനേഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം, അപ്ഡേറ്റിംഗ് ദ നോളജ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് സബ് സെന്ററിലാണെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോക്ക്, കോർഡിനേഷൻ ഒക്കെ സെയിം. ഓക്കെ. ഇനി എന്തിനാണ് ലൈക്ക് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ നാളെ ഞങ്ങളുടെ ഈ ഒരു ഫോക്കസ് വെച്ച് നമ്മുടെ കോഴ്സസ് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നാളെ തൊട്ട് റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. ഞങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിനാണ്. നിങ്ങൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ തോട്ടിൽ വരേണ്ട കാര്യമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ ക്ലാസ് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, എന്തെങ്കിലും ഒരു ഓറിയന്റേഷൻ ആയോ, നിങ്ങളുടെ എന്ത് പഠിക്കണം എന്നുള്ള ഇപ്പോഴെങ്കിലും ആയോ? പല സ്ഥലങ്ങളിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പലർക്കും മീൻസ് എന്ത് പഠിക്കണം എന്നുള്ളത് ഒരു ഓറിയന്റേഷനിലായിരിക്കില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ എന്തെങ്കിലും ഒരു ഓറിയന്റേഷൻ ആയോ നിങ്ങൾക്ക്? ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടി ഞാൻ പറഞ്ഞ അൺബോക്സിങ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ യൂസ് ചെയ്യണം ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ നോളജ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ശരണ്യ, താങ്ക് യു. ശരണ്യക്ക് മനസ്സിലായി, ബാക്കി എല്ലാവർക്കും മനസ്സിലായോ എന്തെങ്കിലും? ഞാൻ സ്പീഡ് കൂട്ടിയത് തന്നെയാണ്, കാരണം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അൺബോക്സിംഗ് ആണ്. ഇപ്പൊ ഞാൻ ആ സബ്ജക്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പോകും. ഓക്കെ, ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? ജംഷാദ് ഒന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആതിര, അജീഷ്, ഓക്കെ ഓക്കെ അജീഷ്, എല്ലാരും ഉറങ്ങിപ്പോയോ? ഇനി ആരെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടോന്ന് അറിയില്ല. നമുക്ക് ടൈം കുറെ ലേറ്റ് ആയി തോന്നുന്നു അല്ലേ? കുറച്ച് സമയം, ഒരു 9:30 വരെ ആയിപ്പോയി. ഇത് ഇൻട്രൊഡക്ഷൻ ഇത്രയും സമയം എടുത്തുപോയി, സോറി. നിങ്ങൾക്ക് കുറച്ചൊന്നൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലാസ് ഇഷ്ടപ്പെട്ടു? ക്ലാസ് അല്ലായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ജോയിനിങ്ങിന്റെ കാര്യമൊക്കെ നമ്മുടെ മെമ്പേഴ്സ് അവർ വിളിക്കുന്നതായിരിക്കും. നാളെ തൊട്ട് നിങ്ങളെ കോളിൽ ചെയ്യും. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് വാട്സപ്പിൽ തിരിച്ച് മെസ്സേജസ് ഒക്കെ അയക്കാം.
നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി അറിയിക്കുക. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കായിട്ടുള്ളത് വരുത്തും. അതാണ് ഞാൻ ഇപ്പോഴും മെഷർ ചെയ്ത് തരുന്നത്. കാരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും അവർ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയുള്ള ചേഞ്ചസ് വരുത്തില്ല. കാരണം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പല സിറ്റുവേഷൻസ് ആയിരിക്കും. ആ സിറ്റുവേഷൻ ഞങ്ങൾ കവറപ്പ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതാണ് ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി ഇത്ര ഇടക്കിടക്ക് തരുന്നത്. കോസ്റ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ക്വാളിറ്റി ഒരിക്കലും കുറയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ കിട്ടുന്ന സബ്ജക്ട് എക്സ്പേർട്സിനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരിക്കലും നിങ്ങളുടെ ആ ക്വാളിറ്റീന്റെ കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും ഫാക്കൽറ്റീസ് ആണ് നമ്മൾ ലൈവ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ PPTക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്പം ഓഡിയോക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചില ക്ലാസ്സസ് നമ്മൾ ഫാക്കൽറ്റീസിന് അല്പം ലൈവായിട്ട് നിങ്ങൾ കാണാൻ പറ്റില്ല എന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ എക്സാംസിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈവൻ ഇപ്പം ഫാക്കൽറ്റി ഒന്ന് അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, അപ്പൊ നിങ്ങൾ കണ്ടന്റിലേക്ക് ഫോക്കസ് വരുന്നില്ല. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എപ്പോൾ വരികയാണെങ്കിൽ പോലും നിങ്ങൾക്കത് മെസ്സേജ് അയക്കാം. ഈവൻ ഫാക്കൽറ്റി ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവരൊന്ന് പോസ് ചെയ്യാനും നിങ്ങൾക്കുള്ള അധികാരമുണ്ട്. അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് റിവ്യൂ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ കുറെ പേര് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നാലേ ക്ലാസ്. നമുക്ക് നാളെ തുടങ്ങാം. നാളെ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നാളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, വിവോ ഓക്കെ, വിവോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.